ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാണ്ഡ്യ രൂപത സംഘടിപ്പിച്ച വചനമെഴുത്ത് മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ആ മത്സര പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് എനിക്കുണ്ടായ ഏതാനും ചില അനുഭവങ്ങൾ കേൾക്കാൻ നിങ്ങളുടെ സമയം ഞാൻ കടമെടുത്തുകൊള്ളട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരെയും പോലെ ഇങ്ങനൊരു മത്സരത്തെക്കുറിച്ച് പള്ളിയിൽ അനൗൺസ് ചെയ്ത സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ടായി. എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ മാണ്ഡ്യ രൂപത അല്ലെങ്കിൽ മാതൃവേദി സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും അതിൻ്റെ അടിയിലൊരു ലൈൻ ഉണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ആകർഷണീയതയ്ക്കും അല്ലെങ്കിൽ ഭംഗിക്കുമാണ് പ്രാധാന്യം, ജഡ്ജസിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും ഈ മത്സരം എനിക്കുള്ളതല്ല, കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര ഭംഗിയുള്ളതല്ല എന്നുള്ളത് മാത്രമല്ല വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഈ മത്സരത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഓക്കെ, ഭംഗിക്ക് പ്രാധാന്യമില്ലാത്ത ഒരു മത്സരമെങ്കിലും മാതൃവേദി നടത്തിയല്ലോ എന്നാണ് എനിക്ക് ഫസ്റ്റ് അത് കേട്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഞാൻ പഠിക്കാം എന്നൊക്കെ ആലോചിച്ച് തുടങ്ങി. അങ്ങനെ ആലോചിച്ച സമയത്ത് ഫസ്റ്റ് ദിവസം ഇതിനു വേണ്ടി ഒരുങ്ങാമെന്ന് വിചാരിച്ച ദിവസം ഞാൻ ഈശോയായിട്ട് ഒരു ബെറ്റ് വയ്ക്കുകയാണ്. അപ്പോൾ ആ ബെറ്റ് ഇങ്ങനെയാണ്: എനിക്ക് ഓഫീസിൽ ഇഷ്ടം പോലെ ജോലിയുണ്ട്, അതിൻ്റെ ഇടയിൽ ഇത് പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, എളുപ്പമല്ല, പക്ഷേ ഞാൻ ശ്രമിക്കാം. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ, ഇതാണ്: ഇന്നത്തെ എൻ്റെ ഒരു 8 hours വർക്കാണ് അന്നത്തെ ദിവസം എനിക്ക് തീർക്കാനുള്ളത്. അപ്പോൾ ആ ഇതിൽ 1 മണിക്കൂർ മുന്നേ, അതായത് 7 മണിക്കൂറിൽ വിചാരിച്ചതിനേക്കാൾ സ്പീഡിൽ അത് ചെയ്ത് തീർക്കാൻ പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ വരുന്ന 1 മണിക്കൂർ ഞാൻ പഠിക്കാം. അതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ച് ഈശോയായിട്ട് വെച്ച ബെറ്റ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഇതുണ്ട്, അതായത് ഇതെന്തായാലും നടക്കാൻ പോണില്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വീട് പണിയാൻ വിചാരിച്ചതിനേക്കാളും വേഗത്തിൽ വീട് പണി മുന്നേ തീർത്തു ഏതെങ്കിലും കരാറുകാർ തന്നു? അതുപോലെ തന്നെയാണ് ഓഫീസിലെ ജോലി. അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ ടൈമാണ് നമുക്ക് എപ്പോഴും വേണ്ടി വരാം. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇതുണ്ട്, ബെറ്റ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ അന്നത്തെ ദിവസം ശരിക്കും അതൊരു അത്ഭുതമായിരുന്നു. ഒരു 4-4.5 മണിക്കൂർ കൊണ്ട് ഞാൻ എഴുതിയ കോഡ് അത്ഭുതകരമായിട്ട് എങ്ങനെയോ അത് റണ്ണായി. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോഴേക്കും അന്ന് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഞാൻ ചെയ്ത് തീർക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിലും സക്സസ്ഫുള്ളായിട്ട് അത് ചെയ്ത് തീർന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. അന്നത്തെ ദിവസം ഞാൻ എന്നിട്ട് കുറച്ച് വചനങ്ങളൊക്കെ സോർട്ട് ചെയ്ത് കുഞ്ഞ വചനങ്ങളൊക്കെ നോക്കി പഠിക്കാൻ തുടങ്ങി. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ഈ മത്സര പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയോ ഓഫീസ് വർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ തീരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് പറ്റണേ? ആദ്യ ദിവസം ഞാൻ വിചാരിച്ചു ചക്കിട്ടപ്പോൾ മുയൽ വീണതായിരിക്കും, അങ്ങനെ വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല, എല്ലാ ദിവസവും എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വചനം പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെയുള്ള ദിവസങ്ങളിലും ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ ബാംഗ്ലൂർ അത്ര മലയാളം അത്ര എഴുതുന്നില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി മത്സര പരീക്ഷ ആയതുകൊണ്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എഴുതാനും തുടങ്ങി. അപ്പോഴും സമയം കിട്ടുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അത് ബൈബിളിൽ തന്നെയുള്ള ഒരു ഉപമയാണ്. ശിഷ്യന്മാർ അവരെ നന്നായിട്ട് കടലിനെ അറിയുന്നവരാണ്, അവർക്ക് നന്നായിട്ട് മീൻ പിടിക്കാനും എവിടെ വലയിടണമെന്ന് അറിയുന്ന ആളുകളായിരുന്നു ശിഷ്യന്മാർ. പക്ഷെ എന്നിട്ടും യേശു ഇല്ലാതെ അവർ മീൻ പിടിക്കാൻ പോയപ്പോൾ പത്രോസ്, ഏറ്റവും നന്നായിട്ട് വലയിറക്കാൻ അറിയുന്ന ആൾക്ക് വരെ ഓൾ നൈറ്റ് അധ്വാനിച്ചിട്ട് അവർക്ക് ഒന്നും കിട്ടിയില്ല. അവരുടെ വഞ്ചിയിൽ അല്ലെങ്കിൽ വലയിൽ ഒരു മീൻ പോലും കുടുങ്ങിയില്ല. അതുപോലെ ആയിരുന്നു ഇതിനു മുന്നുണ്ടായിരുന്ന വചനം പഠിക്കാത്ത ദിവസങ്ങളിൽ ഞാനിരുന്ന് ജോലി ചെയ്തിരുന്നത്. വെറുതെ എന്തൊക്കെയോ എഴുതും, കോഡ് എഴുതും, ശരിയാവില്ല. ശിഷ്യന്മാരെ അധ്വാനിച്ച പോലെ അവർ അധ്വാനിക്കുന്നുണ്ട്, അവർ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ഒന്നും കിട്ടിയില്ല. അതുപോലെ ആയിരുന്നു എൻ്റെ മുന്നിലുള്ള ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായി. വചനം പഠിച്ച് തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിഷ്യന്മാർക്ക് ഉണ്ടായ പോലെ യേശു അവരുടെ കൂടെ വന്നപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് അവരുടെ വല നിറച്ച് അവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്രയും മീൻ അവർക്ക് കിട്ടി. അതുപോലെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ ആ മീൻ വിൽക്കാൻ പോണ സമയത്ത് ഇത് നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് പിടിച്ച മീനാണോ, അതോ നിങ്ങൾ ഓൾ നൈറ്റ് വലയിറക്കി അധ്വാനിച്ച് പിടിച്ച മീനാണോ എന്ന് ആരും ചോദിക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ വർക്കിൻ്റെ അവേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇത് 4 മണിക്കൂർ കൊണ്ട് തീർത്താണെന്ന് ആരും എന്നോട് ചോദിച്ചില്ല. പക്ഷേ എല്ലാം നന്നായി ചെയ്യാൻ പറ്റി, ഒപ്പം എനിക്ക് വചനം നന്നായി പഠിക്കാനും പറ്റി. അപ്പോൾ ഇപ്പോൾ ശിഷ്യന്മാർക്ക് അന്ന് വല നിറച്ച് മീൻ കിട്ടി എന്ന് പറഞ്ഞ പോലെ ഫൊറോന ലെവലിൽ മത്സരത്തിന് എഴുതിയ സമയത്ത് അങ്ങനെ ചോദിക്കായിരുന്നു, മൊത്തത്തിൽ എല്ലാവരും ചോദിക്കായിരുന്നു എത്ര വചനം എഴുതി എന്നൊക്കെ ചോദിക്കായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ 80, 79 അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 153 എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ ചോദിച്ചു വചനം തന്നെയല്ലേ എഴുതിയത്, വേറെ എന്തെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ എഴുതി വെച്ചോ എന്ന് ചോദിച്ചു. അതായത് ശിഷ്യന്മാർക്ക് അത്രയും മീൻ കിട്ടി എന്നുള്ളത് വിശ്വസനീയമല്ലാതിരുന്ന പോലെ ആയിരുന്നു എൻ്റെ വചനത്തിൻ്റെ നമ്പർ കേട്ടപ്പോൾ അവർ ചോദിച്ചത്. എനിക്ക് അത്ര തന്നെയാണ് പറയാനുള്ളത്. അതായത് ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസനീയമല്ല എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇത്രയും ഞാൻ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തു. ഇതൊക്കെ വചനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തും കോമയും ഒക്കെ നോക്കും അവർ മത്സരത്തിന്, ഈ വചന പരീക്ഷയ്ക്ക്. അപ്പോൾ വീട്ടിൽ തന്നെ അങ്ങനെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ വീട്ടിലുള്ളവർ പിന്നെ എൻ്റെ മക്കൾ പോലും ഈ വചനത്തിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ ദിവസവും സത്യം പറഞ്ഞാൽ ഒരു സ്വർഗീയ അന്തരീക്ഷമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. കുഞ്ഞുമക്കൾ വരെ നന്നായിട്ട് വചനം ശ്രവിക്കാനും അത് കണ്ടുപിടിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തു. ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആകെ പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ ഒരു വചനമെങ്കിലും ഒരു ദിവസം പഠിക്കാൻ ഉള്ള ദൈവാനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.